CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി ഇന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പൊട്ടിക്കരയുന്ന ഒരു രംഗം കണ്ടെത്തി. അത് വളരെ അപൂർവമാണ്. സാറിന് കണ്ണൂരിലുള്ള നേതാക്കന്മാരൊന്നും അങ്ങനെ പെട്ടെന്ന് കരയും പ്രശ്നം ഉണ്ടാക്കാൻ ചേരുന്നതൊന്നും അല്ല. അവർ ഇങ്ങനെ ഇമോഷണൽ ആവുന്ന ആളുകളുമല്ല. ഒരുപക്ഷെ അവർക്ക് വളരെ അധികം ദുഃഖം വന്നിട്ടായിരിക്കും അവരങ്ങനെ കരഞ്ഞതെന്നോണം കരുതാം. അതെ, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിച്ചൊരു വാർത്തയാണ് അവരുടെ കരച്ചിലിന് ആധാരമായിട്ട് വന്നത്. അതായത് PK ശ്രീമതി വേറെ ഏതോ ഒരു മനുഷ്യൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് MLA PR കൃഷ്ണൻ അങ്ങനെ MLA പോലും ഇല്ല എന്ന് പറയുന്നു. MLAയുടെ ഭാര്യയാണെന്ന് പറഞ്ഞ് അവർ MLA പെൻഷൻ വാങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വാർത്തകൾ വന്നു. അല്ല, PK ശ്രീമതി MLA അല്ലായിരുന്നു, അവർക്ക് പെൻഷൻ ഉണ്ട്, അധ്യാപികയായിരുന്നു, പെൻഷൻ കാണുമായിരിക്കും. അതെ, അപ്പോൾ അവർ ഈ മറ്റൊരു MLAയുടെ ഭാര്യ എന്നുള്ള നിലയിൽ ആ പെൻഷന് വാങ്ങിയെടുത്തു എന്ന രീതിയിൽ ചില മാധ്യമങ്ങൾ പ്രചാരണം നടത്തി. ആ വാർത്തയുടെ ആധികാരികത നമ്മൾ സംശയിക്കേണ്ടതാണ്. കാരണം പിന്നീട് അതിനെക്കുറിച്ച് ഒരു ഫോളോ അപ്പ് ഉണ്ടായിട്ടില്ല. ഗൗരിയമ്മയുടെ പെൻഷൻ വാങ്ങുന്നു എന്ന് പറയുന്നു, ഇപ്പോഴും ആരോ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. അല്ല, നമുക്ക് ഒരു അറിയിപ്പ് വന്ന KM ചാണ്ടിയുടെ മകളോ അങ്ങനെ കണ്ട് പറഞ്ഞു. അതെ 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 അദ്ദേഹം MLA ആയിരുന്ന ആളല്ല, അദ്ദേഹം ഗവർണറായിരുന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മകൾ വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞ് ആ വാർത്ത അങ്ങനെ വന്നു. പിന്നെ വേറെ എന്തോ ഒരാളുടെ ഇവിടെ വന്നിരുന്നു, അത് ഞാൻ പേര് മറന്നുപോയി. അവര് സ്വാഭാവികമായിട്ടും അവര് MLAയുടെ ഭാര്യ തന്നെയാണ്, ഭാര്യയാണോ മകളാണോ, മകൾ തന്നെയാണ് എന്ന് പറഞ്ഞ് അവരുടെ ബന്ധു അയച്ച ഒരു മെയിൽ ഇവിടെ വന്നിരുന്നു. അപ്പോൾ അങ്ങനെ ഈ സത്യത്തിൽ അത് ആരാണ് ഇത് പ്ലാൻ ചെയ്തതെന്നുള്ളതാണ്. ജനൻ TV-യിലാണ് ഈ വാർത്ത വന്നത്. വേറെ 2 യൂട്യൂബ് ചാനൽ കൂടി ഇത് ഏറ്റുപിടിച്ചു എന്നാണ്. അവരിപ്പോൾ നിയമ നടപടി സ്വീകരിക്കുന്നു PK ശ്രീമതി എന്നാണ് ഇന്ന് പറഞ്ഞത്. പക്ഷെ അത് പറഞ്ഞുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഒരു പൊട്ടിക്കരയാൻ കാരണം 2 വനിതകളാണ് ഇരുന്ന് എനിക്കെതിരെ ഈ വാർത്ത വായിക്കുന്നത്. അവർ വളരെ ആധികാരികമായിട്ട് പറഞ്ഞ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കും, ജനങ്ങളെ പറ്റിക്കുകയാണ്. ജനങ്ങളിത് കേൾക്കുന്ന ജനങ്ങൾ വിചാരിക്കും ഇത് സത്യമാണ് എന്ന് പറയും. ഇപ്പോൾ അതുപോലെ തന്നെ ഏറ്റവും ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാക്കാണ് തീവ്രത അളക്കാൻ ശ്രീമതി M ബാലനെ നിയോഗിച്ചു. പാലക്കാട്ട് അത് VK ശശിയുടെ കേസിലായിരുന്നു. അത് അന്ന് പറഞ്ഞത് അവർ അതിൻ്റെ പിന്നെ ഈ AK ബാലനും PK ശ്രീമതിയും ഈ പീഡനത്തിൻ്റെ തീവ്രത കുറവാണെന്നാണ് റിപ്പോർട്ട് ചെയ്തതാണ് അന്ന് വാർത്തകളൊക്കെ തന്നെ വന്നത്. അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ശ്രീമതി ടീച്ചർ അന്നുപോലെ പറയുന്നുണ്ട്. അതായത് പീഡനത്തിൽ പലതരം പീഡനങ്ങളുണ്ട്. ഗ്രേഡ് കൂടിയതുണ്ട്, ഗ്രേഡ് കുറഞ്ഞതുണ്ട്, തീവ്രത കൂടിയതുണ്ട്, തീവ്രത കുറഞ്ഞതുണ്ട്. അപ്പോൾ എന്തോ ആ അർത്ഥത്തിലൊരു പ്രയോഗം അവിടെ വന്നിരുന്നു. ഇവരുടെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ തീവ്രത അത്ര ഈ പറയത്തക്ക പരാതിക്ക് അത്ര തീവ്രതയില്ലെന്നോ മറ്റോ ആയിരുന്നു പറഞ്ഞിരുന്നത്. പിന്നീട് അതിൻ്റെ ഏതോ ഒരു CPM നേതാവ് എൻ്റെ അടുത്തൊരു സംസാരിച്ച് വിശദീകരിച്ചത് ഈ തീവ്രത എന്ന് പറഞ്ഞാൽ ചീത്ത വിളിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഈ PK ശശി പറഞ്ഞ സ്ത്രീയെ ശാരീരികമായി പീഡിപ്പിച്ചു എന്നുള്ളത് തെറി വിളിച്ചു, അസഭ്യം വിളിച്ചു എന്നാണ് അതിൻ്റെ ഒരു അങ്ങനെ സംഭവിച്ചുവെന്നും അതാണ് തീവ്രത, അത്ര വലിയ ഒരു പീഡനമായിരുന്നില്ല എന്നുള്ള രീതിയിലേക്ക് പോയതെന്നും പറയപ്പെടും. നമുക്കൊന്നും അറിയില്ല. CPM ആയതുകൊണ്ട് മൊത്തം ദുരൂഹതയാണ്. ഇത് ശാരീരിക പീഡനമാണോ, ലൈംഗിക പീഡനമാണോ, മാനസിക പീഡനമാണോ? പീഡനം തന്നെ പലതരത്തിലുണ്ട്. അതെ അതെ അതെ. അതിൽ ഏത് തരം പീഡനമാണെന്നുള്ളതിനെ കുറിച്ചാണ് ചോദ്യം വന്നത്. ഇത് ലൈംഗിക പീഡനം ആയിരുന്നില്ല എന്നാണ് നമ്മൾ അറിയുന്നത് അല്ലേ, എന്നാണ് ഒരാൾ പറഞ്ഞ് വിശദീകരിച്ചത്. ഇവിടെ ഒരാൾ വിളിച്ചിരുന്നു, ഇവിടെ നമുക്ക് ആരെന്നറിയില്ല. അയാൾ വളരെ ആധികാരിക സംസാരിച്ചൊരു മനുഷ്യൻ. അയാൾ പറഞ്ഞത് ഇതാണ് സംഭവം, ചീത്ത വിളിച്ചതാണ് സംഭവിച്ചത്, തെറി വിളിച്ചു എന്നുള്ളതാണ് വിഷയമെന്നാണ്. നമുക്കറിയില്ല എന്നാണ് സംഭവിച്ചതെന്നുള്ളത്. പക്ഷേ ഇത് ഈ നമ്മുടെ മാധ്യമ രംഗത്ത് ഇതിപ്പോൾ വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണിത്. പല വാർത്തകളും ആധികാരിക എന്ന രീതിയിൽ വരുന്നു. AIയുടെ കാലമാണ്. നമ്മൾ തന്നെ അനുഭവിച്ചാണല്ലോ ഈ ഇടയ്ക്കൊക്കെ തന്നെ BJP നേതാക്കന്മാർ നടപടിയെടുത്തതൊക്കെ നമ്മൾ ഇത് മനസ്സിലാക്കിയ കാര്യമാണല്ലോ. പെട്ടെന്ന് ഇത് വരുന്നു, എല്ലാവരും വാർത്ത കൊടുക്കുന്നു, പിന്നീടാണ് അറിയുന്നത് ഗൗരിയമ്മയുടെ പേരിൽ ആരായിരിക്കും പെൻഷൻ. ഗൗരിയമ്മയ്ക്ക് മക്കളില്ലല്ലോ, നമുക്കറിയാമല്ലോ, പിന്നെ ആരായിരിക്കും പെൻഷൻ വാങ്ങുക അവർ. അപ്പോൾ ഇതിനെക്കുറിച്ച് അത് ശരിക്കും അതിനെക്കുറിച്ച് അന്വേഷണം നടത്തേണ്ടതാണ്. എന്ത് രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ വാർത്തകൾ കൊടുത്തിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ തന്നെ നമുക്ക് എത്ര രേഖയുണ്ടെന്ന് പറഞ്ഞാൽ ഈ രേഖകളുടെ ആധികാരികത പോലും നമുക്ക് ഉറപ്പില്ല. മാത്രമല്ല ശ്രീമതി ടീച്ചർ ഈയിടെ പാർട്ടി നേതൃത്വമായിട്ട് അത്ര നല്ല ബന്ധത്തിലാണോ എന്നൊരു സംശയമുണ്ട്. അല്ല, വിഴിഞ്ഞം വിഷയത്തിലൊക്കെ തന്നെ അവർ വളരെ കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിരുന്നു. KK രാഗേഷ് അങ്ങനെ പറയേണ്ട കാര്യമില്ലായിരുന്നു എന്ന് പറഞ്ഞു. ദിവ്യസേന മാറ്റിയതിൽ ശരിയായില്ല എന്ന് പറയേണ്ട കാര്യമില്ലായിരുന്നു. അങ്ങനെ ആധികാരികമായി അതിൻ്റെ കാര്യകാരണങ്ങൾ സഹിതം വ്യക്തമാക്കണമെന്നാണ് ശ്രീമതി ടീച്ചർ എന്ന് പറഞ്ഞത്. ഇനി പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയുള്ള പണിയാണോ എന്ന് നമുക്ക് അറിയില്ല. കാരണം പല സ്ഥലത്തും ഇപ്പോൾ ഈ ഇലക്ഷന് ശേഷം കമ്മ്യൂണിസ്റ്റ് CPM എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് വലിയ ഗ്രൂപ്പിസം ഭയങ്കരമായിട്ട് വലിയ തോതിലുണ്ട്. അപ്പോൾ ഒരാളെ താറടിക്കാൻ വേണ്ടി അടുത്ത ആളെ എന്തും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നു. ഈ വിഭാഗീയത എന്ന് പറയുന്നത് ശക്തമാണ്. പിണറായി വിജയനും MV ഗോവിന്ദനും ഒരു വശത്തും ബാക്കിയുള്ള നേതാക്കളെല്ലാം മറുവശത്തും എന്നുള്ള ഒരവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തിനേറെ പറയുന്നു, ഈ നിയമസഭയിൽ പിണറായിക്കൊപ്പം ഇരിക്കുന്ന ബാലഗോപാൽ അടക്കമുള്ള നേതാക്കൾക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു പെരുമാറ്റത്തിലും അതിലുമൊക്കെ വളരെയധികം അസംതൃപ്തിയുണ്ട്. അത് അവരുടെ പ്രവൃത്തിയിൽ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ CPM-ൽ ഉള്ളിൽ നടക്കുന്ന ഉൾപാർട്ടി പ്രശ്നങ്ങളുമായി ഈ ശ്രീമതി ടീച്ചറിന് നേരെ വരുന്ന വാർത്തയ്ക്ക് പോലും അങ്ങനെയുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല.
ഏതായാലും നമുക്ക് പൊതുവെ പറയാറുള്ള കണ്ണൂരിലെ നേതാക്കന്മാർ ഭയങ്കര ബോൾഡായ ആളാണ്, അവരിതൊന്നും കണ്ട കുലുങ്ങുന്നത്. പക്ഷേ ടി വി രാജേഷ് പണ്ട് പൊട്ടിക്കരഞ്ഞ ഓർമ്മയുണ്ടോ? അങ്ങനെയാണ് മോങ്ങൻ രാജേഷ് എന്ന് പറഞ്ഞ അങ്ങനെ അദ്ദേഹത്തിന് ഒരു പേരും പൊട്ടിക്കരഞ്ഞു, അല്ലാതെ നമ്മളെല്ലാം അപ്സെറ്റ്. അതിനുശേഷം ആ കരച്ചിലിന് ശേഷം ഈ അങ്ങനെ കണ്ടിട്ടില്ല. പുള്ളി ഇപ്പം ഇപ്പോൾ എന്ത് ബാങ്കാണ്, ഇപ്പോൾ സംസ്ഥാന സഹകരണ ബാങ്കിന് ഇപ്പോൾ കേരള ബാങ്ക് വൈസ് പ്രസിഡന്റാണ്. അതേ ഉള്ളൂ. അല്ലാതെ പുള്ളിയെ പൊതുവേദിയിലോ മാധ്യമങ്ങൾക്ക് മുന്നിലോ എത്രയോ നാളായി. ഇത് DYFIയുടെ സംസ്ഥാന സെക്രട്ടറി അല്ലായിരുന്നു, പിന്നെ രണ്ടു തവണ MLA ആയിരുന്നു. ഈ രാജേഷ് അന്ന് ആ ഇടയ്ക്കൊക്കെ നമ്മുടെയൊക്കെ പ്രസ് ക്ലബ്ബിലൊക്കെ വന്ന് സംസാരിക്കുന്ന ആളായിരുന്നു, ഈ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ആളായിരുന്നു. അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ ആലോചിക്കുന്നത്, ഇത് കഴിഞ്ഞിടയ്ക്ക് ഈ ഷംസീറിനെയും പിന്നെ MB രാജേഷിനെയൊക്കെ കാണുമ്പോൾ ഇപ്പോൾ ഇദ്ദേഹം ടി വി രാജേഷ് എവിടെയാണ് എന്ന് KK രാഗേഷിൻ്റെയൊക്കെ മാത്രമല്ല ഇപ്പോഴും അത് ട്രോളാണ്. ആ അന്നത്തെ പിന്നെ ടി വി രാജേഷിന്റെ കരച്ചില് ഇന്നും മറ്റു പലരും ആൾ ട്രോളായിട്ട് ഉപയോഗിക്കും. UDF ഭരിക്കുന്ന സമയത്താണ് കരഞ്ഞത്. അത് എന്തായിരുന്നു, അറസ്റ്റ് ചെയ്താണ്ട് വന്നത്? അല്ല, എന്താ അദ്ദേഹത്തിന്റെ കുടുംബത്തെ കുറിച്ച് പരാമർശം അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. അത് പൊട്ടിക്കരഞ്ഞു പെട്ടെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ. അല്ല, ഈ ഇപ്പം PK ശ്രീമതി ഇന്നിപ്പം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പൊട്ടിക്കരയുമ്പോൾ അതിനൊരു മറുവശം കൂടി ഉണ്ടെന്ന് ഓർക്കണം. ഇതിനേക്കാൾ മോശമായ രീതിയിൽ സൈബർ ആക്രമണം പല നേതാക്കൾക്കും ഇവിടെ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ പിന്നിലൊക്കെയും ഇടതുപക്ഷക്കാരായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് ഉണ്ട്. ഇടത് സൈബർ പോരാളികളാണ് ഇത്തരം പ്രവർത്തനങ്ങൾ. മാധ്യമരംഗത്തുള്ള സ്ത്രീകൾക്ക് നേരെ എത്ര മോശമായ ആക്രമണമാണ് ഉണ്ടായിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ അന്നത്തെ കാലത്ത് തന്നെ പാർട്ടി ഇവരെയൊക്കെ വിലക്കുകയും ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യരുതായിരുന്നു എന്ന് ഇപ്പോൾ നമുക്ക് ശ്രീമതി ടീച്ചറിൻ്റെ കാര്യം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അല്ല, ശ്രീമതി ടീച്ചറിന് ആരും തുണയില്ല, അവിടെയാണ് ഒരു പ്രശ്നം. ഈ പറയുന്ന പിണറായി വിജയനും MV ഗോവിന്ദനെയൊക്കെ കവചിതരാക്കി നിർത്താൻ ആൾക്കാരുണ്ട് CPM-ൽ. എന്നാൽ ഈ പറയുന്ന ശ്രീമതിയെ പോലെയുള്ള ആൾക്കാരെ, KK ശൈലജയെ പോലെയുള്ള ആൾക്കാരെ ഒന്നും ഇപ്പം പ്രൊട്ടക്ട് ചെയ്യാൻ ആളില്ല. ഇല്ല, CPM-ൽ ശരിക്കും സ്വന്തമായ നിലപാടും അഭിപ്രായമുള്ള എത്ര വനിതാ നേതാക്കൾ ഇന്ന് അവിടെ ഉണ്ട്. എല്ലാവരും ഒതുക്കപ്പെട്ടില്ലേ? എത്രയോ പേരുണ്ട്. നമുക്ക് മലപ്പുറത്ത് PK സൈനബയെ പോലുള്ള നേതാക്കൾ, അവരൊന്നും ഇപ്പോൾ നമ്മൾ കേൾക്കുന്നില്ല. അവരൊക്കെ പാർട്ടി നേതൃത്വത്തിലുണ്ടോ എന്ന് നമുക്കറിയില്ല. ശ്രീമതി ടീച്ചർ, ശൈലജ ടീച്ചർ, ഇങ്ങനെ കുറേ പേരുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെയായിരിക്കും അവർ കൃത്യമായി ഇത്തരം കാര്യങ്ങൾ വിഴിഞ്ഞം വിഷയം വന്നപ്പോൾ എല്ലാവരും നിലപാട് വ്യക്തമാക്കിയല്ലോ, അവരുടെ നിലപാടുകൾ. ഈ KK രാജേഷ് പറയുന്നത് അല്ല ശരി എന്നുള്ള രീതിയിലേക്ക് അവരെല്ലാവരും എത്തി. അപ്പോൾ ഇത് നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ഈ സൈബർ ലോകത്ത് നടക്കുന്ന, അല്ലെങ്കിൽ മാധ്യമ ലോകത്ത് നടക്കുന്ന ഇത്തരം സംഭവങ്ങൾ, ഇത് എല്ലാവരും ഒരു ആത്മപരിശോധന നടത്തേണ്ടതാണ് ശരിക്കും പറഞ്ഞത്. ഇത് ശ്രീമതി ടീച്ചർ ഇന്ന് സംഭവിച്ച നാളെ ആർക്കും സംഭവിക്കാം. CPM-കാർ ഇതേപോലെ പ്രചരണം നടത്തി എത്രയോ കോൺഗ്രസിലെയും BJP-യുടെയൊക്കെ തന്നെ, അല്ലെങ്കിൽ മറ്റു കക്ഷികളിലെയും വനിതാ നേതാക്കൾ എത്രയോ പേർ പുരുഷന്മാരെ കുറിച്ച് അവർ ഒരുപാട് പ്രചരണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ഒരിക്കലും ഒരു അഭിലഷണീയമല്ലാത്ത കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം PK ശ്രീമതി മുന്നേ MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു, MP ആയിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ CPM-ലെ വനിതാ നേതാക്കളിൽ ഏറ്റവും മുതിർന്ന ഒരാളാണ്. അവർ കേന്ദ്ര കമ്മിറ്റി അംഗമാണല്ലോ. അതെ, അവർ സത്യത്തിൽ അവരുടെ പ്രവർത്തന കേന്ദ്രം വളരെ നാളായിട്ട് കേരളത്തിലല്ല എന്ന് തന്നെ നമ്മൾ മഹിളാ അസോസിയേഷൻ്റെ ദേശീയ ഭാരവാഹിയാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു ലെവലിൽ നിൽക്കുന്നയാളാണ്. അങ്ങനെ ഒരാൾക്ക് പോലും രക്ഷയില്ലാത്ത വിധത്തിലേക്ക് സൈബർ ആക്രമണം രൂക്ഷമാകുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു വസ്തു. എന്തായാലും ശ്രീമതി PK ശ്രീമതിക്ക് അതുപോലെ അവർക്ക് ഒരു മനുഷ്യന് താങ്ങുന്നതിനൊരു പരിധിയില്ലേ? അതെ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നത്തിലാണ് ഇന്ന് അവർ അവിടെ വെച്ച് കണ്ണീരൊഴുക്കേണ്ടി വന്നത്. എന്താണെങ്കിലും ഇത്തരം ഒരു പ്രവണത അത് തടയപ്പെടേണ്ടതിനാണ്. ആധികാരികമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അല്ലാത്ത വാർത്തകൾ പ്രക്ഷേപണം ചെയ്യുക. അത് ഒരു കുഴപ്പം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരാൾ കൊടുക്കുന്ന പിന്നാലെ മറ്റുള്ള ചാനലുകൾ അത് ഏറ്റുപിടിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം വരുന്നത്. ചാനലുകൾ എപ്പോഴും സംഭവിക്കുന്നത് അങ്ങനെയാണല്ലോ. ഒരാൾ കൊടുത്താൽ പിന്നെ ഞാൻ കൊടുത്തില്ലെങ്കിൽ ഞാൻ മോശക്കാരനാവില്ലെന്ന് എല്ലായിടത്ത് കൊടുക്കും. അത് പിന്നീട് ആയിരിക്കും അറിയുന്നത് ഈ വാർത്ത ശരിയല്ല എന്നുള്ളത്. അപ്പോൾ ഈ അന്നത്തെ MLA പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയുടെ ആധികാരികത തന്നെയാണ് ആദ്യം പരിശോധിക്കേണ്ടത്. പിന്നെ ശ്രീമതി ടീച്ചറെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടായ ഈ വിഷമം അത് വളരെ ദുഃഖകരമാണ്. പക്ഷേ അവരുടെ പാർട്ടിയിലെ നേതാക്കളും ഈ സൈബർ സംഘങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ള ആൾക്ക് നേരെ നിരന്തരമായി ആക്രമണം നടത്തുന്നു എന്നുള്ള വസ്തുത മനസ്സിലാക്കി ശ്രീമതി ടീച്ചറിനെ പോലുള്ള വനിതാ നേതാക്കൾ ഇടപെട്ട് അവരെ സ്വന്തം പാർട്ടിയിലെ ഇത്തരം ആളുകളെ നിയന്ത്രിക്കാനുള്ള നിങ്ങൾ ഏർപ്പാടാക്കണം.